വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. നമ്മുടെ നീറ്റ് എക്സാമിനും അതിനുശേഷമുള്ള കുറേ അൺസർട്ടനിറ്റിക്ക് ശേഷം MCCയുടെ ഭാഗത്ത് നിന്ന് ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ്, അതായത് ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്ന ടൈപ്പ് സീറ്റുകളാണ്, ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള സീറ്റുകളാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള മെഡിക്കൽ MBBS അഡ്മിഷൻസ്, അതുപോലെ തന്നെ എയിംസിലേക്കുള്ള അഡ്മിഷൻസ്, ജിഗ്മർ, നമുക്കറിയാം കാരക്കലിലുണ്ട്, പോണ്ടിച്ചേരിയിൽ 2 ജിഗ്മറാണ് നമുക്കുള്ളത്. ഇവയിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് MCC ആണ്. MCC നടത്തിയിടുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് നമുക്ക് ഈ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻസ് അല്ലെങ്കിൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗിലാണ് അല്ലെങ്കിൽ ഈ ഒരു കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിക്ക സ്റ്റുഡൻസ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിൽ, അതുപോലെ തന്നെ ജിഗ്മറിലൊക്കെ അഡ്മിഷൻ, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. ഈ സ്റ്റുഡൻസിനൊക്കെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തെറ്റുകൂടാതെ അപ്ലിക്കേഷൻ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കൗൺസിലിംഗ് ഷെഡ്യൂളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൂടെ MCCയുടെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്കറിയാം MCC നടത്തിയിരുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് 4 റൗണ്ട്സ് ആണുള്ളത്. ഫസ്റ്റ് റൗണ്ട് ഉണ്ട്, സെക്കൻഡ് റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ട്, അതിനുശേഷം സീറ്റുകൾ വേക്കന്റ് വരുന്ന സമയത്ത് സ്ട്രേ വേക്കൻസി റൗണ്ട്. ഇങ്ങനെ 4 റൗണ്ടുകളിൽ കൂടിയാണ് നമ്മളെ കൗൺസിലിംഗ് പ്രോസസ്സ് കടന്നു പോകുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കൗൺസിലിംഗിന് മുമ്പായിട്ടും നിങ്ങൾക്ക് പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിലും ഫസ്റ്റ് റൗണ്ടിലും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘടകം, ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് നോക്കി ഏത് കൗൺസിലിംഗ് പ്രോസസ്സിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഏത് അലോട്ട്മെന്റ് പ്രോസസ്സിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി വേണം. മിക്ക കുട്ടികൾക്കും ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സുകളിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും, ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് എല്ലാവർക്കും തന്നെ ഈ കൗൺസിലിംഗ് മെത്തേഡിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നത്. പക്ഷെ നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി തെറ്റുകൂടാതെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കൗൺസിലിംഗ് ഡേറ്റിനെ പറ്റി നോക്കാം. ഈ ഡേറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഉണ്ടാവുക. ചിലപ്പോൾ സ്ലൈറ്റ്ലി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ MCCയുടെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കീപ്പ് ഓൺ MCCയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. MCCയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൂടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എത്രയാണ് സീറ്റ് മെട്രിക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് MCCയുടെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്യും. ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റുകളാണുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ കോട്ടയിലാണ് സീറ്റുകൾ ഉള്ളത്, ജനറൽ കോട്ട, OBC, അതുപോലെ തന്നെ ഡീംഡ് ആണെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലും NRI കോട്ടയിലും എത്ര സീറ്റുകളുണ്ട്. ഈ സീറ്റ് മെട്രിക്സ് ഒക്കെ തന്നെ 14-ാം തീയതി അല്ലെങ്കിൽ 16-ാം തീയതിക്കുള്ളിൽ NMCയുടെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ MCCയുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഫീ പേയ്മെന്റും, അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പേയ്മെന്റ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ഡീറ്റെയിലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ നൽകാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ടൊരു ഫീസ് പേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഒക്കെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് 10,000 അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ 2 lakhs സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പേയ്മെന്റിനും രജിസ്ട്രേഷനും വേണ്ടിയിട്ടുള്ള സമയമാണ് 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോയ്സ് ലോക്കിംഗ് 16-ാം തീയതി തൊട്ടിട്ട് 21-ാം തീയതി, ഇവിടെ 20 കൊടുത്തിട്ടുള്ളത്, 21-ാം തീയതി വരെ നിങ്ങൾക്ക് ചോയ്സ് ലോക്കിങ്ങിനുള്ള സമയം കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 21-ാം തീയതി, അത് ചെറിയ മിസ്റ്റേക്ക് അവരുടെ MCCയുടെ ഭാഗത്തുനിന്ന് വന്നതായിരിക്കാം. ഇനി അടുത്തതായിട്ട് പ്രോസസ്സിംഗ് ഓഫ് അലോട്ട്മെന്റ് ആൻഡ് സീറ്റ് അലോട്ട്മെന്റ് ചെയ്യുന്നത് 21, 22 തീയതികളിൽ അവരുടെ സോഫ്റ്റ്വെയർ വെച്ച് അവർ സീറ്റുകൾ അലോട്ട് ചെയ്യും. റിസൾട്ട് 23-ാം തീയതി
പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഒരു മോക്ക് അലോട്ട്മെന്റ് തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. മോക്ക് അലോട്ട്മെന്റ് ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. നോർമൽ റിസൾട്ടിന് മുന്നേ ഒരു മോക്ക് അലോട്ട്മെന്റ് കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത റിപ്പോർട്ടിംഗ് ആൻഡ് ജോയിനിങ് ഡേറ്റ് 24 മുതൽ 29 വരെയാണ് ജോയിൻ ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് ഒക്കെ തന്നെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിന് കൊടുത്തിട്ടുള്ള സമയമാണ് 30 തീയതി മുതൽ 31 തീയതി വരെ. അങ്ങനെ ഓഗസ്റ്റ് മാസം 14 തീയതിയാണ് നമ്മളെ കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഫസ്റ്റ് റൗണ്ട്. 14 തീയതി തൊട്ടിട്ട് 31 തീയതി വരെ നമ്മുടെ ഫസ്റ്റ് കൗൺസിലിംഗിന്റെ ഡേറ്റ് ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങളുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിംഗിന്റെ ഓപ്ഷൻ എൻട്രി കാര്യങ്ങളും അതുപോലെ തന്നെ റിസൾട്ടും ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, സാറ്റർഡേ സൺഡേസ് ഒക്കെ വരുന്നുണ്ടാവും. സാറ്റർഡേ സൺഡേസ് ഒന്നും തന്നെ കോളേജിന് അവധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സൺഡേ വരെ കോളേജ് ഓപ്പണിംഗ് ആയിരിക്കും, കോളേജ് റിപ്പോർട്ടിംഗ് ഓപ്പൺ ആയിരിക്കും. അടുത്തതായിട്ട് സെക്കൻഡ് റൗണ്ടിന്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4th സെപ്റ്റംബർ തൊട്ടിട്ട് 5th സെപ്റ്റംബർ വരെയാണ് നമുക്ക് സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 31 തീയതി ആയിരുന്നു നമ്മുടെ MCC പ്രകാരം അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തത്. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ തന്നെയായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗും നടക്കുന്നുണ്ടാവുക. അടുത്തതായിട്ട് സെപ്റ്റംബർ 4 തീയതി തൊട്ടിട്ട് 5 തീയതി വരെ നമ്മുടെ സെക്കൻഡ് കൗൺസിലിംഗിന്റെ സീറ്റ് മെട്രിക്സ് ഒക്കെ തന്നെ ആ ഒരു ഡേറ്റിനുള്ളിൽ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും 5 തീയതി തൊട്ടിട്ട് 10 തീയതി വരെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഓപ്ഷൻ എൻട്രി, എല്ലാ റൗണ്ടിലും നിങ്ങൾ ഓപ്ഷൻ എൻട്രി പുതുതായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിനും സെക്കൻഡ് റൗണ്ടിൽ പുതുതായിട്ട് ഓപ്ഷൻ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡിന് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അടുത്തതായിട്ട് ചോയ്സ് ലോക്കിങ്ങിന് 6th തൊട്ടിട്ട് 10th വരെയുള്ള ഡേറ്റിലാണ് നിങ്ങൾക്ക് ചോയ്സ് ലോക്കിങ്ങിനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിന് സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് 11 തീയതി മുതൽ 12 തീയതി വരെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് 13 തീയതി പബ്ലിഷ് ചെയ്യും. അതിന് മുമ്പ് തന്നെ ഒരു മോക്ക് അലോട്ട്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത റിപ്പോർട്ടിംഗ് ഓർ ജോയിനിങ് കൊടുത്തിട്ടുള്ളത് 14 തീയതി മുതൽ 20 തീയതി വരെയാണ് റിപ്പോർട്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത്. MCCയുടെ ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള കോളേജുകളുടെ സീറ്റ് മെട്രിക്സ്, ജോയിനിങ് ചെയ്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽ ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ 21 തീയതി തൊട്ടിട്ട് 22 തീയതി വരെ കോളേജിന് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 ദിവസമാണ് നിങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് കൊടുത്തില്ല. അതിനുള്ളിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. അടുത്ത മോപ്പപ്പ് റൗണ്ടാണ്. മോപ്പപ്പ് റൗണ്ടിന്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 25 തൊട്ടിട്ട് 26 ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ സീറ്റ് മെട്രിക്സ് MCCയുടെ ഭാഗത്തുനിന്ന് MNCയുടെ ഭാഗത്തുനിന്നൊക്കെ സീറ്റ് മെട്രിക്സ് വെരിഫൈ ചെയ്ത് എവിടെയൊക്കെയാണ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഡാറ്റാസ് ഒക്കെ തന്നെ സീറ്റ് മെട്രിക്സ് ആയിട്ട് MCCയുടെ വെബ്സൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് കീപ്പ് ഓൺ, നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ MCCയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഗത്ത് നമ്മൾ എല്ലാവിധ അപ്ഡേറ്റും തരുന്നതായിരിക്കും. അടുത്തതായിട്ട് രജിസ്ട്രേഷൻ സമയം കൊടുത്തിട്ടുള്ളത് സെപ്റ്റംബർ 26 തീയതി തൊട്ടിട്ട് ഒക്ടോബർ 2 തീയതി വരെ ടൈം കൊടുത്തിട്ടുണ്ട്. ചോയ്സ് ഫില്ലിങ്ങിനും ലോക്കിങ്ങിനും വേണ്ടിയിട്ട് 27 തീയതി തൊട്ടിട്ട് 2 തീയതി കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സിംഗ് ഓഫ് സീറ്റ് അലോട്ട്മെന്റ് 3 തീയതി തൊട്ട് 4 തീയതി വരെ ആ ഒരു ടൈമിനുള്ളിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട് അവർ. 5 തീയതി അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് അതുപോലെ തന്നെ 7 ദിവസമാണ് റിപ്പോർട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. 6 തീയതി തൊട്ടിട്ട് 12 തീയതി വരെ റിപ്പോർട്ടിങ്ങിന് ടൈം കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വെരിഫിക്കേഷൻ, ബാക്കിയുള്ള സീറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് തന്നെ വെരിഫിക്കേഷനും കോളേജിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് 13 തീയതി തൊട്ടിട്ട് 14 തീയതി വരെ ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ് സ്റ്റേ വേക്കൻസി റൗണ്ട്. അതിന് സമയം കൊടുത്തിട്ടുള്ളത് വെരിഫിക്കേഷൻ, സീറ്റ് മെട്രിക്സിന്റെ വെരിഫിക്കേഷൻ 16 തീയതി കഴിഞ്ഞിട്ട് ആ ഒരു മെട്രിക്സ് ഒക്കെ തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും 16 തീയതി അന്ന് തൊട്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് തൊട്ടിട്ട് 16 തീയതി തൊട്ടിട്ട് 20 തീയതി വരെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പുതിയ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ചോയ്സ് ലോക്കിങ്ങിനും വേണ്ടി 17 തീയതി തൊട്ട് 20 തീയതി വരെയും, പ്രോസസ്സിന് വേണ്ടി സീറ്റ് അലോട്ട്മെന്റിന് വേണ്ടി 21 തീയതി 22 തീയതിയാണ് എടുക്കുന്നത്. റിസൾട്ട് 23 തീയതി പബ്ലിഷ് ചെയ്യും. സ്റ്റേ വേക്കൻസിയുടെ റിസൾട്ട് 23 തീയതി പബ്ലിഷ് ചെയ്യും. റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് 24-ാം തീയതി തൊട്ടിട്ട് 30-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതോടെ നമ്മുടെ 2024 കൗൺസിലിംഗ് കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇതിൻ ബിറ്റ്വീൻ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ളിൽ തന്നെ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒക്ടോബർ 15 അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലൊക്കെ തന്നെ കോളേജിന്റെ ഭാഗത്ത് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടെ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെൻഡാക്കിന്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, TN ഹെൽത്തിന്റെ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.